ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കർക്കിടക ചികിത്സയെ കുറിച്ചാണ്. കർക്കിടക മാസമാണ് കർക്കിടക ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കർക്കിടക മാസം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ മഴ പെയ്യുന്ന കാലമാണ് അല്ലെ. അതായത് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്, അത് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയുള്ള ആ ഒരു സമയമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. ഏറ്റവും കേരളീയമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയും കൂടിയാണ് ഈ കർക്കിടക ചികിത്സ. ഓക്കെ, ഒരുപാട് ആയുർവേദ ചര്യകൾ നമ്മൾ ഈ ഒരു സമയത്ത് അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് ആയുർവേദം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊക്കെ വിവരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഈ ഒരു മഴ സമയത്ത് തന്നെ ഈ ചികിത്സാ രീതി ചെയ്യുന്നത്, മറ്റു മാസങ്ങളിലൊക്കെ ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ പ്രസക്തി എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടായിരിക്കും അല്ലെ. ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ആ ഒരു സമയത്തില് നമ്മുടെ ശരീരത്തില് ഒരുപാട് ടോക്സിൻസും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ദൂഷിക്കും? വാതദോഷം ദുഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ വാതദോഷം ദുഷിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്ത് അടിഞ്ഞുകൂടും? ടോക്സിൻസ് അടിഞ്ഞുകൂടും. അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, ശരീരത്തിലെ വിഷാംശം കൂടുതലായിട്ട് വരികയും. അപ്പൊ ഇത് തുടർന്ന് വരുന്ന മഴക്കാലത്ത് എന്ത് സംഭവിക്കും? അധികരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അധികരിച്ച് എന്തുണ്ടാവും? വാതകോപം ഉണ്ടാകും. അപ്പൊ വാതദോഷം ദുഷിച്ച് ടോക്സിൻസ് ഒക്കെ അടിഞ്ഞുകൂടി വാതകോപം ഉണ്ടാകുന്നു. പിന്നെ ആ ചൂടുകാലം മാറി പിന്നെ എന്ത് കാലഘട്ടമാണ് വരുന്നത്? ജൂൺ ജൂലൈ എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ് അല്ലെ. അപ്പൊ നല്ല മഴ സമയമാണ്. അപ്പൊ കനത്ത ചൂടിന് ശേഷം കനത്ത മഴയിലേക്കാണ് പിന്നെ നമ്മുടെ പോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളിൽ എന്ത് കൂടും? അസിഡിറ്റി വർദ്ധിക്കും. അപ്പൊ അസിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷമാണ് ദുഷിക്കുന്നത്. അപ്പൊ പിത്തദോഷം ദുഷിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പനിയും അതുപോലെ ഇൻഡൈജഷനും, അതായത് ദഹനമില്ലാത്ത അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. പിന്നെ വരുന്നത് ഈ ഒരു തണുത്ത കാലാവസ്ഥയാണ് അല്ലെ. അപ്പോ മഴക്കാലം എന്ന് പറയുന്നത് തണുപ്പും കൂടിയാണ്, തണുത്ത കാലാവസ്ഥയും കൂടിയാണ്. പിന്നെ അതുപോലെ ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ മലിനമാക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മുടെ കഫദോഷം വല്ലാണ്ടങ്ങ് വർദ്ധിക്കും. അപ്പൊ കഫദോഷം വർദ്ധിച്ച് നമുക്ക് സ്കിൻ ഡിസീസുകളും ലങ് റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളത് ഒരു സമയത്താണ്. ഓക്കെ, അപ്പോ പരമാർത്ഥം പറയുകയാണെങ്കിൽ വാതദോഷമായാലും പിത്തദോഷമായാലും കഫദോഷമായാലും ത്രിദോഷങ്ങളുടെ ഒരു അസന്തുലിതാവസ്ഥ സംഭവിക്കുന്നു. അതായത് മൂന്നും ഇംബാലൻസ് ആയി മാറുകയാണ്. വാതദോഷമായാലും പിത്തദോഷമായാലും കഫദോഷമായാലും ഇംബാലൻസ് ആവുകയാണ്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗിയുടെ ബലം, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും ഒരു ബലമുണ്ട്, ശക്തിയുണ്ട്, അത് കുറയും ആ സമയത്ത്. അതുപോലെ ഇമ്മ്യൂണിറ്റി നമുക്ക് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മഴക്കാലം. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൽ അഗ്നി കുറയും. അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് ഡൈജസ്റ്റീവ് ഫയറിനെയാണ്. അതൊക്കെ നമുക്ക് കുറയുന്ന ഒരു സമയമാണ് മഴക്കാലം. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരീരം ഒന്ന് ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ചികിത്സയായാലും മരുന്നായാലും പെട്ടെന്ന് നമുക്ക് ശരീരം അത് സ്വീകരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രസക്തിയും അതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മരുന്നുകളായാലും ചികിത്സയായാലും എഫക്ട് ചെയ്യും. അതുപോലെ അഗ്നിബലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് അത് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കർക്കിടക ചികിത്സയിൽ നമ്മൾ പോവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പഥ്യം, ജീവിതശൈലി, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വ്യാപാരം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആയുർവേദ രീതിയിലുള്ള മരുന്നുകളുടെ പ്രയോഗം, ഇതൊക്കെ സംയോജിപ്പിച്ച്, ഈ എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ചികിത്സയും കൂടിയാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വിഷാംശം ഒക്കെ കളഞ്ഞ് ശരീരം നല്ല ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടക മാസം. ഓക്കെ, അതിന് ഈ കർക്കിടക ചികിത്സ വളരെ പ്രയോജനകരമാണ്. ഇനി കർക്കിടക ചികിത്സയോട് കൂടി തന്നെ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകളും കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ശരീരം ഒന്ന് സുഗമമാക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചകർമ്മ ചികിത്സ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പിയാണ്. അപ്പോൾ ഈ ഒരു തെറാപ്പിയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് കിഴികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഞവരക്കിഴി, ഇലക്കിഴി, ധാനിക്കിഴി, അതുപോലെ തന്നെ അഭ്യംഗം, കായസേകം, അതുപോലെ ശിരോധാര,
അതുപോലെ ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഔഷധ കഞ്ഞി, അല്ലെ? കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന ഒരു കാര്യമാണ് ഔഷധ കഞ്ഞി. ഈ ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്ന റൈസ് എന്ന് പറയുന്നത് ഞവരയുടെ അരിയാണ്, അതായത് റെഡ് റൈസ്. ഓക്കെ, അപ്പൊ ഈ ഞവരയുടെ അരിക്ക് ഉയർന്ന പോഷക മൂല്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് നമ്മളുടെ പോഷകം കൂട്ടാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങളും പോഷക മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരുപാട് കണ്ടന്റ്സ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പയറുവർഗ്ഗങ്ങളാകട്ടെ, ഞവരേരി ആവട്ടെ, ഇതൊക്കെ ആഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചില സ്പൈസസ്, ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളെല്ലാം കുറയ്ക്കുകയും ശരീരം ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ചില സംഭവങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഹെർബൽ ഡൈജസ്റ്റൻസും ഒക്കെ ചേർത്ത് നമ്മൾ ഔഷധ കഞ്ഞിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പോഷക മൂല്യം കൂട്ടിക്കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ ഈ കഞ്ഞിയാണ് നമ്മൾ കുടിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിന്റെ ഒക്കെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓക്സിഡേഷൻ പ്രോസസ്സ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം വളരെയധികം മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അഗ്നിയുടെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വിശപ്പൊക്കെ നല്ല രീതിയിൽ കൂടും, ദഹനം നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. പിന്നെ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. അതുപോലെ ചില രോഗപീഠകളാൽ അനുഭവിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഔഷധ ചികിത്സ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ രോഗം ഒന്ന് നല്ല രീതിയിൽ കുറയാനും ഒക്കെ കഴിയുന്നതാണ് ഈ ഔഷധ ചികിത്സയിലൂടെ. അതുപോലെ ശരീരം മനസ്സും അതിന്റെ ഒരു വീണ്ടും പുനർജീവനം എന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ നമുക്ക് വീണ്ടും അത് നല്ല രീതിയിൽ ശരീരവും മനസ്സിനും നല്ലൊരു സാന്ത്വനം കിട്ടുന്ന ഒരു ചികിത്സ കൂടിയാണ് നമുക്ക് ഈ ഒരു കർക്കിടക ചികിത്സ. അങ്ങനെ ഒരുപാട് ഒട്ടനവധി ബെനിഫിറ്റ്സ് ഈ ഒരു കർക്കിടക മാസത്തിലത്തെ ഈ ചികിത്സയ്ക്ക് ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർക്കിടക ചികിത്സയെ കുറിച്ച് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാം പറഞ്ഞു എന്നല്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും കർക്കിടക ചികിത്സ ചെയ്യണം. അതുപോലെ അതിന്റെ ആരോഗ്യ ഗുണങ്ങളെല്ലാം എല്ലാ ആളുകളിലേക്കും എത്തട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി and stay healthy. Bye.